തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ഒരു കുട്ടി പെൺകുട്ടിയെ കാണിച്ചുകൊണ്ടാണ്. അവളുടെ പേര് സോറ എന്നാണ്. സോറ ജൂനിയർ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ. സോറയുടെ അച്ഛൻ പണ്ടേ മരിച്ചതാണ്. അമ്മ വെഡിങ് ഡ്രസ് ഡിസൈനറായി ചെറിയൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോ അമ്മ വളരെ ബിസിയായി വർക്ക് ചെയ്യുന്ന ആ ഒരു ടൈം സോറ ഫോൺ ചെയ്ത്, അമ്മ ഞാൻ കൊട എടുക്കാൻ മറന്നു, പ്ലീസ് എന്നെ ഒന്ന് പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ആ തിരക്കിന്റെ ഇടയിൽ പോലും അമ്മയ്ക്ക് അവളെ ഇഗ്നോർ ചെയ്യാൻ കഴിയില്ലല്ലോ. വേഗം തന്നെ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. രാവിലെ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ 80% മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന്, വെതർ റിപ്പോർട്ട്സിലുണ്ടെന്ന്, കൊടയെടുക്കാത്തത് നിന്റെ തെറ്റല്ലേ, എന്നും ഇത് തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് അമ്മ അവളെ അങ്ങനെ സ്കൂളിന്റെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് അവളുടെ ബാലെ ഡാൻസ് ക്ലാസിന്റെ അവിടെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ എത്തുന്ന സോറ ടീച്ചറും മറ്റു കുട്ടികളും ഒക്കെ അന്നത്തെ പ്രാക്ടീസിന് തയ്യാറെടുപ്പ് നടത്തുന്നത് കാണുന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് ചെല്ലാതെ അതിന്റെ അപ്പുറമുള്ള മറ്റൊരു ക്ലാസ് റൂമിന്റെ അവിടേക്ക് ചെന്ന് നിൽക്കുന്നു. അവിടെ കരാട്ടെ ക്ലാസ് ആണ് നടക്കുന്നത്. ഇപ്പൊ കുട്ടികളൊന്നുമില്ല, അവിടുത്തെ സാറ് മാത്രമേ ഉള്ളൂ. സാറാകട്ടെ ഫോണിലൂടെ ആളുടെ ഗേൾ ഫ്രണ്ടിനോട് പ്ലീസ് നീ എന്നെ ഇട്ടിട്ട് പോരുത്, എന്റെ ക്ലാസ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്, എനിക്ക് നല്ല കാശൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി കൺവിൻസ് ചെയ്യാനായി നോക്കുന്നുണ്ടെങ്കിലും ആ ഗേൾ ഫ്രണ്ട് നിങ്ങളുമായിട്ട് എനിക്ക് ഒരു റിലേഷൻഷിപ്പിനും താല്പര്യമില്ല എന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് ചെയ്ത് കോള് കട്ട് ചെയ്യുന്നു. സാറാണെങ്കിൽ കരഞ്ഞു പോയി കോള് കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് സോറ അവിടെ നിൽക്കുന്നത് കാണുന്നത്. എന്താ സാറേ, ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ട്, സാറിന് ഇനി ഇഷ്ടം പോലെ കാശ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ആരും ഇല്ലല്ലോ എന്നൊക്കെ സോറ കളിയാക്കുമ്പോ, അല്ല നിനക്ക് എന്താ ഇവിടെ കാര്യം, നിനക്ക് ബാലെ ഡാൻസ് ക്ലാസ് ഉള്ളതല്ലേ, അങ്ങോട്ടേക്ക് പോകത്ത് എന്താന്ന് സാറ് ചോദിക്കുമ്പോ സാർ ഇങ്ങനെ കരയല്ലേ, സാർ ഇങ്ങനെ കരയുന്നോണ്ടാ ഗേൾ ഫ്രണ്ട് സാറിനെ ഒരു വിലയും തരാതെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യുന്നതെന്നൊക്കെ അവളിങ്ങനെ കൊച്ചു വയല് വലിയ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട്. ഇതേ സമയം സോറയുടെ അമ്മ അവരുടെ കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെ ഫുഡ് കഴിക്കാനായി പുറത്ത് പോയിരിക്കുകയാണ്. സാധാരണ കഴിക്കാത്ത ഒരു കൈൻഡ് ഓഫ് മീറ്റ്, അതായത് നമ്മുടെ ഈ ഡോഗിന്റെ ഒക്കെ മീറ്റ് ഉണ്ടല്ലോ, അത് ഇന്ന് ഓർഡർ ചെയ്ത് സോറയുടെ അമ്മ കഴിക്കുമ്പോൾ, അല്ല നീ ഇതൊന്നും കഴിക്കാത്തതല്ലേ, ഇത് കഴിക്കുന്നവരൊക്കെ മനുഷ്യരാണോ എന്ന് നീ ചോദിക്കുന്നതല്ലേ, പിന്നെ ഇപ്പൊ ഇത് എന്ത് പറ്റിയെന്നല്ല അവർ കളിയാക്കുന്നുണ്ടായിരുന്നു. ഇത് കഴിച്ചാൽ കുറച്ച് ശക്തിയൊക്കെ ബോഡിക്ക് കിട്ടുമെന്ന് പറഞ്ഞപ്പോ പിന്നെ എങ്ങനെ കഴിക്കാതിരിക്കുന്നു പറഞ്ഞ് സോറയുടെ അമ്മ അത് കഴിക്കുന്നു. അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. എന്താണ് പറഞ്ഞതെന്ന് അറിയില്ല, എന്തായാലും ഭയങ്കര കലിപ്പില്ല, ഞാൻ ഇപ്പൊ തന്നെ വരുന്നുണ്ടെന്നും പറഞ്ഞ് അമ്മ അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നു. ഇതേ ടീം ആ കരാട്ടെ മാസ്റ്ററിന്റെ അടുത്ത് ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരുന്നോട്ടേന്ന് ചോദിച്ച് സോറ സംസാരിക്കുമ്പോൾ വേണ്ട എന്ന് പുള്ളി എതിർക്കുന്നുണ്ട്. പ്ലീസ് 1 മണിക്കൂർ ഒന്ന് ഇരുന്നോട്ടെ, വേണ്ട 1/2 മണിക്കൂർ, വേണ്ട സാറേ ഇവിടെ പിള്ളേരൊന്നും ഇല്ലല്ലോ, പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് എന്ത് കുഴപ്പമെന്നൊക്കെ സോറ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവരിവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് സോറ അമ്മ ഫോൺ ചെയ്യുന്നത്. വേഗം വീട്ടിലേക്ക് വരാനായി അമ്മ പറയുമ്പോ, ആ വരാ അമ്മ, ഞാൻ ഡാൻസ് ക്ലാസ്സിലാ, ഇപ്പൊ വരാവേ എന്ന് പറഞ്ഞ് അവളിങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്ന ആ കരാട്ടെ മാസ്റ്റർ, ഓ ഈ പെണ്ണ് ഭയങ്കര കള്ളിയാണല്ലോ എന്ന് മനസ്സിൽ ഓർക്കുന്നുണ്ട്. കരാട്ടെ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് ഡാൻസ് ക്ലാസ് സ്കിപ്പ് ചെയ്യുന്ന അവൾ അമ്മയോട് പച്ചക്കള്ളം പറഞ്ഞ കേട്ടില്ല എന്നുള്ള രീതിക്ക് എന്തായാലും അവൾ വേഗം അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. അമ്മയാകട്ടെ അവളെയും കൊണ്ട് നേരെ പോകുന്നത് അമ്മയുടെ അടുത്ത് നിന്ന് കാശ് കടം വാങ്ങിയിട്ട് ഇതുവരെ തിരിച്ചു കൊടുക്കാത്ത ഒരു ലേഡിയെ കാണാനായിട്ടാണ്. നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ, എന്നിട്ട് എന്റെ കാശ് എന്താ നിനക്ക് തിരിച്ചു തരാൻ ഇത്ര ബുദ്ധിമുട്ടെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ തരാന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ആ കാശ് കൊടുക്കുന്ന മട്ടിലാന്ന് മനസ്സിലാക്കുന്ന സോറയുടെ അമ്മയാകട്ടെ, നീ ഇന്ന് തരാം നാളെ തരാന്ന് പറഞ്ഞ് കുറേയായി പറ്റിക്കുന്നു, അതുകൊണ്ട് അത് കൈ ഇരിക്കട്ടെ, മര്യാദയ്ക്ക് കാശ് താ, അല്ലെങ്കിൽ ഞാനും എന്റെ മോളും ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞ സോറയും കുട്ടി അവിടെ കിടക്കാനേ ഒരുങ്ങുമ്പോഴേക്കും അവരാകട്ടെ ഭർത്താവിന്റെ മുന്നേ ഇങ്ങനെ കാശ് കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കുന്നില്ല എന്നൊരു നാണക്കേട് ഉണ്ടാവണ്ട എന്നുള്ള പേടിയിൽ ആ ലേഡി വേഗം തന്നെ കയ്യിലുണ്ടായിട്ടും കൊടുക്കാതെ വെച്ചിരുന്ന ആ കാശ് കൊടുക്കുകയും അങ്ങനെ അതും വാങ്ങി സോറയുടെ അമ്മ അവളെയും കൂട്ടി ഒരു റെസ്റ്റോറന്റിലേക്ക് പോയി ലാവിഷ് ആയിട്ട് ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അതുമാത്രമല്ല സോറയ്ക്ക് വീഡിയോ ഗെയിം കളിക്കണം എന്നത് ആഗ്രഹമാണെന്ന് മനസ്സിലാക്കി അമ്മ അവൾക്ക് വീഡിയോ ഗെയിം വാങ്ങിച്ചു കൊടുക്കുന്നു. TV ചെറുതാണല്ലോ അമ്മ, ഒരു സുഖമില്ല എന്നവൾ പറയുമ്പോൾ കുറച്ച് വലിയ TV വാങ്ങിച്ചു കൊടുക്കുന്നു. അവളെ വളരെ കെയറോട് കൂടി അമ്മ നോക്കുന്നുണ്ട്. മുന്നത്തേനേക്കാൾ കുറച്ചുകൂടെ കെയർ ഇപ്പൊ കാണിക്കുന്നുണ്ടെന്ന് പറയാം. ഒരു സിംഗിൾ പേരന്റ് എന്ന രീതിയിൽ അമ്മയ്ക്ക് ജോലിയുണ്ട്, അവളുടെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ ആകെ മൊത്തത്തിൽ അവളുടെ കാര്യത്തിൽ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ ഇപ്പൊ അതൊന്നും ഇല്ലാതെ അവളെ പഴയതിലും വളരെ നന്നായി ഇപ്പൊ ശ്രദ്ധിച്ചാണ് അമ്മ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അവൾക്ക് വേണ്ടി കുറച്ചുകൂടെ ടൈം അമ്മ ഇപ്പൊ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് സോറയ്ക്ക് മനസ്സിലാവുന്നു. അമ്മ മുന്നേ ബിസി ആണെന്നും പറഞ്ഞ് എന്നെ ഇത്രയും കെയർ ചെയ്യാറില്ലായിരുന്നു, ഇപ്പൊ അമ്മ എന്നെ എന്തോരം കെയർ ചെയ്യുന്നു എന്ന് അവൾ ഓർക്കുന്നു. സോറയ്ക്ക് ഈ അമ്മയല്ലാതെ പിന്നെ അമ്മയുടെ ബ്രദറും അവരുടെ വൈഫും ഉണ്ട്. സോറയുടെ അമ്മ ബിസി ആവുമ്പോൾ അവരാണ് സോറയുടെ കാര്യങ്ങൾ നോക്കുന്നത്. അവർക്ക് സോറ വലിയ കാര്യമാണ് തിരിച്ചു. ഇപ്പൊ ചേട്ടനെയും കൂട്ടി സോറയുടെ അമ്മ നേരെ ഒരു കാർ ഷോറൂമിലേക്ക് പോയി അവിടെ കാണുന്ന നല്ലൊരു കാറ് അദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുക്കാന്ന് പറയുമ്പോൾ, എനിക്ക് കാറൊന്നും വേണ്ട, ഇത്രയും വില കൂടിയ കാർ എന്തിനാണെന്നല്ല ബ്രദർ ചോദിക്കുമ്പോൾ, ചേട്ടൻ മേടിക്കത്തില്ലെങ്കിൽ ചേട്ടന്റെ വൈഫിന്റെ പേര് ഞാനിത് വാങ്ങിക്കുമെന്നും പറഞ്ഞ് സോറയുടെ അമ്മ സംസാരിക്കുന്നുണ്ട്. ഇവർക്ക് എന്താ പറ്റിയ, ആളാകെ മാറിപ്പോയല്ലോ എന്ന് അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ആ കാര്യങ്ങൾക്കൊക്കെ ശേഷം സോറയുടെ അമ്മ നേരെ ജോലി സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ ഓൾറെഡി അവർ വരച്ചു വെച്ചിരുന്ന ഒരു ഡിസൈൻ ഒരു കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുകയും അവരത് വാങ്ങാനായി തയ്യാറാവുമ്പോൾ ഓണർ അത് സെയിൽ ചെയ്യാനായി ഒരുങ്ങുകയും ചെയ്യുന്നു. ഈ സമയം അത് കാണുന്ന സോറയുടെ അമ്മ, അയ്യോ ഈ ഡിസൈൻ വേറൊരു കസ്റ്റമർക്ക് വേണ്ടി വരച്ചതാ, ഇത് വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ ഡിസൈൻ അങ്ങ് വാങ്ങുന്നു. കസ്റ്റമർ പോയ ശേഷം എന്ത് പണി കാണിക്കുന്ന, ഏത് കസ്റ്റമർ ഇത് വാങ്ങിയത്, എന്തിന് കള്ളം പറയുന്നതെന്നൊക്കെ ഓണർ ലേഡി ചോദിക്കുമ്പോൾ, ഈ ഡിസൈൻ വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഇത് മറ്റാർക്കും വേണ്ടി വരച്ചതല്ല, ഇത് എന്റെ സോറയ്ക്ക് വേണ്ടി ഞാൻ വരച്ചതാണെന്ന് സോറയുടെ അമ്മ പറയുമ്പോൾ, സോറയ്ക്ക് വേണ്ടിയോ, അവള് കുട്ടിയല്ലേ, അവൾക്ക് വേണ്ടി ഇപ്പോഴും എന്തിനാ കല്യാണ ഡ്രസ്സ് തയ്യാറാക്കുന്നതെന്ന് ഓണർക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാനായി സോറയുടെ അമ്മ നിൽക്കുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം സോറയ്ക്ക് സ്കൂളിൽ നിന്ന് പിക്നിക്ക് പോകേണ്ടതാണ്. അവളിപ്പോ അമ്മയോട് പറയുമ്പോൾ, നിനക്കിത് നേരത്തെ പറയാൻ മേലായിരുന്നോ, ഞാൻ കുറച്ച് ഫുഡൊക്കെ തയ്യാറാക്കി തരില്ലായിരുന്നു എന്ന് പറയുമ്പോൾ, അമ്മയ്ക്ക് കുക്കിങ്ങിന്റെ ABCD അറിയില്ലല്ലോ, അമ്മ കുക്ക് ചെയ്യുന്ന കൊള്ളൂല്ല, പിന്നെന്തിനാ വെറുതെ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നത്, ഞാൻ പുറത്തുനിന്നല്ല മേടിച്ച് കഴിച്ചോളാന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ അവൾ, അല്ല ഇത്രയും നാളെ ഞാൻ സ്കൂളിൽ നിന്ന് പിക്നിക്ക് പോയപ്പോൾ
അമ്മ എനിക്ക് ഫുഡൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞിട്ട് പോലും ഇല്ലല്ലോ എന്ന് അമ്മയെ ഓർമ്മപ്പെടുത്തുമ്പോൾ അത് പിന്നെ അമ്മ ആ സമയത്ത് ബിസി അല്ലായിരുന്നോ, അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ അമ്മയ്ക്ക് മോളുടെ കാര്യങ്ങൾ നോക്കാൻ സമയമുണ്ടെന്നൊക്കെ അമ്മ പറയുന്നുണ്ടെങ്കിലും അവൾ വേണ്ട, എനിക്ക് അമ്മയുടെ ഫുഡൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഉറങ്ങാനായി പോകുന്നു. പക്ഷെ അമ്മ അവൾ പറഞ്ഞ കണക്ക് കുക്കിംഗ് ഒന്നും വലിയ വശമില്ലാത്ത ആളാണ്, ഫുൾ ടൈം ജോലി എന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്, അങ്ങനെ കുക്കിങ്ങിലോട്ട് കൂടുതൽ ശ്രദ്ധ തിരിച്ചിട്ടില്ല. സോറയ്ക്കും അമ്മ കുക്ക് ചെയ്യുന്ന ഫുഡ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, അമ്മ ബുദ്ധിമുട്ടിക്കാതെ അവൾ മുന്നോട്ട് പോകുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ഇത്തവണത്തെ അവളുടെ പിക്നിക്കിന് താൻ തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെയോ ഫുഡ് ഇരുന്ന് ട്രൈ ചെയ്ത് എങ്ങനെയൊക്കെയോ ഫുഡ് തട്ടിക്കൂട്ടി റെഡി ആക്കുന്നുണ്ടെങ്കിലും അവൾക്ക് സമയത്ത് പോകാനേ സാധിക്കുന്നില്ല. ഭയങ്കര മഴ, അങ്ങനെ പിക്നിക് കുളമായല്ലോ എന്ന് അവൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവളുടെ സന്തോഷത്തിന് വേണ്ടി അമ്മ അവളെയും കൂട്ടി ചെറിയൊരു ട്രിപ്പ് പോന്നു അടുത്തുള്ള ബീച്ചിന്റെ അവിടെ. അങ്ങനെ പോകുന്ന സമയം കാറിൽ ഡ്രൈവ് ചെയ്യുന്ന അമ്മ ഒരു പാട്ട് വെച്ചിരുന്നു. ഈ പാട്ട് നിന്റെ അച്ഛന്റെ ഫേവറേറ്റ് പാട്ടായിരുന്നു, ഈ പാട്ട് പാടിയാണ് ആൾ എന്നെ പ്രപ്പോസ് ചെയ്തെന്നൊക്കെ പണ്ടത്തെ അവരുടെ ലവ് സ്റ്റോറി ഒക്കെ പറഞ്ഞ് അങ്ങനെ കുറെ ടൈം അവർ ഹാപ്പിയായി സംസാരിച്ചും തമാശകൾ പറഞ്ഞും ചിരിച്ചും കളിച്ചും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോറ വളരെ ഹാപ്പി ആവുന്നു. മുന്നേ ഒന്നും അമ്മ തന്റെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല, ഇപ്പോ ഈ ഒരു ലൈഫാണ് തനിക്ക് ഏറ്റവും സന്തോഷം തരുന്നതെന്നൊക്കെ അവൾ മനസ്സിലോർക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അമ്മയുടെ ഓർമ്മ ദിവസം അവരെല്ലാവരും ഒത്തുകൂടുന്നതാണ്. സോറയുടെ അമ്മയ്ക്ക് ബ്രദർ മാത്രമല്ല ഒരു സഹോദരിയും ഉണ്ട്. ആ സഹോദരിക്കാണെങ്കിൽ സോറയുടെ അമ്മയെ തീരെ ഇഷ്ടമല്ല. പുള്ളിക്കാരി ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കാനായി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതിന്റെ ആ ഒരു ഷോക്കിലാണ് അമ്മ മരിച്ചു പോയതെന്ന ആ ഒരു ദേഷ്യം ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ ചേട്ടൻ അങ്ങനെ ഒരു ദേഷ്യമൊന്നും തന്നെ അവരോടില്ല. എന്തായാലും അന്ന് ആ ഒരു ചടങ്ങിന്റെ ഇടയിൽ സോറയുടെ അമ്മയ്ക്ക് തലകറക്കം വന്നങ്ങനെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്താണ് അവർക്ക് ക്യാൻസർ ഉണ്ടെന്ന കാര്യം ഡോക്ടേഴ്സ് പറയുന്നത്. സോറയുടെ അമ്മയ്ക്ക് അതൊരു ഷോക്കിംഗ് ആയ കാര്യമായിരുന്നില്ല, കാരണം പുള്ളിക്കാരിക്ക് ഓൾറെഡി താൻ ഒരു അർബുദ രോഗബാധിതയാണെന്ന് അറിയായിരുന്നു. പക്ഷെ ഈ ചേട്ടനും ചേട്ടത്തിക്കൊക്കെ അത് ഇപ്പൊ മാത്രമാണ് അറിയുന്നത്. ഈ കാര്യം അറിഞ്ഞിട്ടും അവർ ആരോടും ഷെയർ ചെയ്യാതെ മനസ്സിൽ കൊണ്ട് നടക്കായിരുന്നു. ഇപ്പോഴും അത് വലിയ കാര്യമല്ല എന്ന രീതിക്ക് അവർ ചിരിക്കുമ്പോൾ ചേട്ടൻ അത് താങ്ങാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. ആളവിടെ പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. ഏതായാലും സോറ ഈ കാര്യം ഇതുവരെ അറിഞ്ഞിട്ടില്ല. അവൾ ഒന്നും അറിയാതെ പതിവ് കണക്ക് സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും അവളുടെ സ്കൂളിന്റെ മുന്നിൽ ആ ഒരു കരാട്ടെ മാസ്റ്റർ കുട്ടികളെ ക്യാൻവാസ് ചെയ്യാൻ നോക്കാണ്. അവളുടെ കരാട്ടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായി അതിന്റെ ചെറിയ ലീഫ്ലെറ്റ് ഒക്കെ കൊടുത്തവരെ കൺവിൻസ് ചെയ്യാനായി നോക്കുമ്പോൾ അത് കാണുന്ന സോറ ഇങ്ങനെയൊക്കെ ചുമ്മാ പേപ്പർ കൊടുത്താൽ പിള്ളേർ വാങ്ങുമോ, പിള്ളേരെ കയ്യിലെടുക്കാനായി ഈ പേപ്പറിന്റെ കൂടെ ഒരു ചോക്ലേറ്റ് വെച്ച് കൊടുത്താൽ നിങ്ങളുടെ കരാട്ടെ അക്കാഡമിയുടെ പരസ്യമുള്ള ഈ പേപ്പർ കുട്ടികൾ വാങ്ങും, അവരത് സൂക്ഷിച്ചു വെക്കുകയും വീട്ടിൽ കൊണ്ടുപോകൊക്കെ ചെയ്യും. അങ്ങനെ ഇത് കാണുന്ന വീട്ടുകാരെ കരാട്ടെ ക്ലാസ്സിന് വിട്ടെന്നിരിക്കും. പക്ഷെ കൊടുക്കുന്ന സമയവും ശ്രദ്ധിക്കണം. രാവിലെ ക്ലാസ്സിലേക്ക് എത്തുന്ന കുട്ടികളുടെ കൊടുത്ത് അവരെ മുട്ടയെ കഴിച്ചിട്ട് ആ പേപ്പർ ചുട്ടി കുട്ടികളെ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് വേണം ഇത് കൊടുക്കാനെന്ന് അവൾ വീണ്ടും അദ്ദേഹത്തെ ഉപദേശിക്കുന്നുണ്ട്. ഈ കരാട്ടെ മാസ്റ്റർ ആൾ ഒരു പാവാണ്, പുള്ളിക്ക് ഇങ്ങനത്തെ ഐഡിയാസ് ഒന്നുമില്ല. ഐഡിയ എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ സോറയാണ്. അന്ന് ക്ലാസ്സിൽ വെച്ച് സോറ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു. ആക്ച്വലി അവളല്ല പ്രശ്നം ഉണ്ടാക്കിയത്, മറ്റൊരു പെൺകുട്ടി സോറ കുടിക്കാനായി കൊണ്ടുവന്ന ബനാന മിൽക്ക് ഷേക്ക് പകുതി കുടിച്ചിട്ട് കൊള്ളാം എനിക്കിഷ്ട, ബാക്കി പകുതി നീ കുടിച്ചെന്ന് പറഞ്ഞ് വെച്ചിട്ട് പോകുമ്പോൾ ആ പെൺകുട്ടി ഒരിടയ്ക്ക് സോറയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നെങ്കിലും സോറയ്ക്ക് ഈ ചെയ്ത കാര്യം തീരെ ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയും കൂടി നീ കുടിച്ചോന്നും പറഞ്ഞ് ബാക്കി ഉണ്ടായിരുന്ന മിൽക്ക് ഷേക്കും കൂടി ആ പെൺകുട്ടി കഴിക്കാനിരുന്ന ലഞ്ച് ബോക്സിലേക്ക് സോറ കമത്തി കൊടുക്കുന്നു. നിനക്ക് മിൽക്ക് ഷേക്ക് വലിയ ഇഷ്ടമല്ലേ, കുടിച്ചോന്നും പറഞ്ഞ് സോറ ദേഷ്യത്തിൽ പോകുമ്പോൾ ആ പെൺകുട്ടി കരയാൻ തുടങ്ങുന്നുണ്ട്. ഈ ഒരു കാര്യം പിന്നെ മിസ് അറിഞ്ഞ് സോറയുടെ അമ്മയെ വിളിച്ചു വരുത്തുന്നുണ്ട്. ഇവർ തമ്മിലുള്ള പ്രശ്നം ഈ അടുത്ത് തുടങ്ങിയതാ. ആക്ച്വലി ഇവര് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ആദ്യമൊക്കെ. പക്ഷെ ഒരിടയ്ക്ക് ആ പെൺകുട്ടി സോറയുടെ വെള്ളം കുപ്പിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു. സോറയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം സോറയായിട്ട് എന്താടി നിനക്ക് സ്വന്തമായിട്ട് വെള്ളം കൊണ്ടൊന്ന് കുടിച്ചിടെ, ബാക്കിയുള്ളവരുടെ വെള്ളം കുടിക്കാൻ ഇരിക്കുകയാണെന്ന് ചോദിച്ച് അവള് ഭയങ്കരമായി ബെഗർ എന്നൊക്കെ വിളിച്ച് കളിയാക്കി. പിന്നെ അത് ബാക്കി കുട്ടികൾ ഏറ്റുപിടിച്ച് എല്ലാരും കൂടി ആ പെൺകുട്ടിയെ ബെഗറിന് വിളിച്ച് കളിയാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സോറയും ആ പെൺകുട്ടിയും തമ്മിൽ ഇഷ്യൂ ആവാനായി തുടങ്ങിയതെന്നൊക്കെ ടീച്ചർ പറയുന്ന സമയത്താണ് സോറയ്ക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടും പോയി. ഇപ്പൊ അവൾക്ക് ഇവിടെ ഫ്രണ്ട്സ് ആരും ഇല്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലാവുന്നത്. താൻ പെട്ടെന്ന് ഒരു ദിവസം മരിച്ചു പോയാൽ അവൾക്ക് ആശ്വാസമാവാനായി ഒരു കൂട്ടുകാരി പോലും അവളുടെ കൂടെ ഇല്ലല്ലോ എന്ന് സോറയുടെ അമ്മയ്ക്ക് സങ്കടാവുന്നുണ്ട്. സോറയാകട്ടെ അന്ന് ക്ലാസ് കഴിഞ്ഞ് നേരെ പോകുന്നത് കരാട്ടെ മാസ്റ്ററിനെ കാണാനായിട്ടാണ്. പുള്ളിക്കാരന്റെ കൂടെ ആ ഒരു പേപ്പറിൽ ചോക്ലേറ്റ് ഒക്കെ സ്റ്റിക്ക് ചെയ്യാനായി സഹായിച്ചിരിക്കുന്നവൾ സാറിന്റെ അമ്മ സാറിനോട് കലിപ്പാണെങ്കിൽ സാർ എങ്ങനെ ആ ദേഷ്യം മാറ്റുന്നത് തിരക്കുമ്പോൾ ആദ്യം എങ്ങനെ ദേഷ്യം മാറ്റുന്നത് തിരക്കുന്നതിന് മുന്നേ എനിക്ക് ഇഷ്ടമുള്ള സാധനം എന്നോട് ദേഷ്യമുള്ള അമ്മ എറിഞ്ഞ് പൊട്ടിക്കാതിരിക്കാനായിട്ടുള്ള മുൻകരുതൽ എടുക്കുമെന്ന് കരാട്ടെ മാസ്റ്റർ പറയുമ്പോൾ എങ്കിലേ ഞാനും വേഗം വീട്ടിൽ പോയി എന്റെ സാധനങ്ങൾ മാറ്റി വെക്കട്ടെ എന്ന് പറഞ്ഞ് സോറ വീട്ടിലേക്ക് പോകുന്നു. കാരണം സ്കൂളിൽ അമ്മയെ വിളിച്ചിട്ടുണ്ടാവുമെന്നും അമ്മ എല്ലാം അറിഞ്ഞ് തന്നോട് കലിപ്പായിരിക്കുമെന്നും അവൾക്കറിയാം. പക്ഷെ അവൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് വാഷ്റൂമിൽ വല്ലാതെ വൊമിറ്റ് ചെയ്ത് നിൽക്കുന്ന അമ്മയാണ്. എന്ത് പറ്റി അമ്മയെന്നൊക്കെ അവൾ തിരക്കുമ്പോൾ അമ്മ പക്ഷെ അസുഖത്തിന്റെ കാര്യമൊന്നും പറയുന്നില്ല. ഒന്നുമില്ല, അമ്മ കുറേ ഫുഡ് കഴിച്ചു അതുകൊണ്ട് വൊമിറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞ് അമ്മ അതങ്ങ് വിടുന്നു. സ്കൂളിൽ നിന്ന് അവളെ പറ്റി കേട്ട കംപ്ലൈന്റിനെ പറ്റിയൊന്നും അമ്മ ചോദിക്കുന്നുമില്ല, അവളെ വഴക്ക് പറയുന്നു ഒന്നുമില്ല. അത് സോറ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മ എല്ലാം അറിഞ്ഞിട്ടും തന്നോടൊന്നും ചോദിക്കാത്താണെന്ന് മനസ്സിലാക്കുന്ന സോറയ്ക്ക് വല്ലാത്ത ഒരു കുറ്റബോധം കണക്ക് തോന്നുന്നുണ്ട്. സോറ അമ്മ എന്താ ഞാൻ തെറ്റ് ചെയ്തിട്ട് എന്നെ വഴക്ക് പറയാത്തേന്ന് ചോദിക്കുമ്പോൾ അമ്മ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. നിന്റെ ഫ്രണ്ട് ആയിരുന്നു ആ പെൺകുട്ടി, നിന്റെ വാട്ടർ ബോട്ടിലിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചെന്നും പറഞ്ഞു നീ ഇങ്ങനെ വയലന്റ് ആവേണ്ട കാര്യമുണ്ടോ, അത് വലിയൊരു തെറ്റാണോ എന്ന് ചോദിക്കുന്ന അമ്മ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യണം. നാളെ നീ പഠിച്ച് വലുതായി വലിയൊരു പെൺകുട്ടിയായി കഴിയുമ്പോൾ ഒരു കല്യാണ ജീവിതത്തിലേക്കൊക്കെ കിടക്കേണ്ടതല്ലേ, വേറൊരാള് നിന്റെ ലൈഫിന്റെ ഒരു ഭാഗം ആവേണ്ടതല്ലേ, ഈ ഒരു ചെറിയ കാര്യത്തിന് എങ്ങനെ ദേഷ്യപ്പെടുന്ന നീ അപ്പൊ എങ്ങനെ നന്നായി ജീവിക്കുന്നൊക്കെ അമ്മ ചോദിക്കുമ്പോൾ അമ്മയെ വിട്ടിട്ട് വേറൊരാളെ കല്യാണം കഴിച്ച് കൂടെ ജീവിക്കുന്ന കാര്യം നമുക്ക് ചിന്തിക്കാനേ വയ്യ. അവൾ എനിക്കാരെയും കല്യാണം കഴിക്കണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ സാധിക്കും എന്നൊക്കെ അമ്മ ചോദിച്ച് അവളെ ഉപദേശിക്കാൻ നോക്കുന്നുണ്ട്. കൊച്ചുകുട്ടിയാണെങ്കിലും
അവൾക്ക് കാര്യങ്ങൾ കുറച്ച് മനസ്സിലാവുന്ന രീതിക്ക് അമ്മ സംസാരിക്കുമ്പോഴേക്കും അമ്മ എന്നോട് ഇങ്ങനെ ഒന്നും സംസാരിക്കേണ്ട, അമ്മയ്ക്ക് എന്താ പെട്ടെന്ന് എന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ, എന്നെ ഇത്രയും നാള് ആന്റി അല്ലേ നന്നായിട്ട് നോക്കിയത്, അമ്മ എന്നെ മൈൻഡ് ചെയ്യാഞ്ഞപ്പോ അമ്മയുടെ ജോലി ബിസി ആയിരുന്നപ്പോഴൊക്കെ ആന്റി എന്റെ കാര്യങ്ങൾ നോക്കിയിട്ടുള്ളത്, ആന്റി എന്നെ നന്നായി നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുമ്പോ എങ്കിൽ നീ നിന്റെ ആന്റിയുടെ വീട്ടിൽ പോകാനായി പറഞ്ഞ് ദേഷ്യം വരുന്ന അമ്മ റൂമിലേക്ക് കയറി കഥ അടച്ച് കരയാണ്. തനിക്കിനി അധികം നാൾ ബാക്കിയില്ല, തന്നൊരു ക്യാൻസർ രോഗിയാണെന്ന കാര്യം കൊണ്ട് ഭയങ്കര സങ്കടം അമ്മയ്ക്കുണ്ട്. പക്ഷെ തന്റെ മകൾക്ക് വേണ്ടി ഇനിയും കുറച്ചുകൂടെ ആയുസ് തനിക്ക് ദൈവം തന്നിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹവും പ്രതീക്ഷയും അമ്മയ്ക്കുണ്ട്. സോറയോട് പെട്ടെന്ന് അപ്പോഴത്തെ ദേഷ്യത്തിന് ദേഷ്യപ്പെട്ടെങ്കിലും ഇപ്പൊ വന്ന് മിണ്ടാനായി നോക്കുമ്പോഴേക്കും അവൾ അമ്മ എന്തെങ്കിലും പറയും മുന്നേ അമ്മയോട് സോറി പറയാണ്. സോറി അമ്മ, ഞാൻ അമ്മ ഇട്ടിട്ട് എവിടെയും പോയില്ല, ഞാൻ വയസ്സായി കിളവിയായി മരിക്കുന്നത് വരെ എനിക്ക് എന്റെ അമ്മയുടെ കൂടെ നിന്നാൽ മതി, എനിക്ക് വേറെ ആരുടെയും കൂടെ പോകണ്ട, എനിക്ക് എന്റെ അമ്മയുടെ കൂടെ നിന്നാൽ മതി എന്നും പറഞ്ഞ് സോറ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അവൾക്ക് ഇപ്പോഴും അമ്മയുടെ അസുഖത്തിന്റെ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. അങ്ങനെ പിന്നീട് നമ്മൾ അടുത്ത ദിവസം കാണുമ്പോൾ ബാലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന സോറയെ പിക്ക് ചെയ്യാനായി അമ്മ എത്തുന്നുണ്ട്. പക്ഷെ അവിടെ എത്തുമ്പോൾ സോറ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തന്നെ ഡാൻസ് ക്ലാസ്സിൽ വരാറില്ല എന്ന് ടീച്ചർ അറിയിക്കുന്നു. ടെൻഷൻ ആവുന്ന അമ്മ സോറയെ നീ എവിടെയാണെന്ന് ചോദിച്ച് ഫോൺ ചെയ്യുമ്പോഴേക്കും ഈ ഡാൻസ് ക്ലാസ്സിന്റെ തൊട്ടപ്പുറത്തെ കരാട്ടെ ക്ലാസ്സിൽ നിന്ന് പതിയെ പുറത്തിറങ്ങുന്ന സോറ അമ്മ അവിടെ നിൽക്കുന്നത് കാണാതെ അമ്മ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ ഉണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് അവൾ അമ്മയെ കാണുന്നത്. കള്ളം അമ്മ കണ്ടുപിടിച്ചു എന്ന് മനസ്സിലാക്കുന്നവൾ അമ്മ അത് പിന്നെ ഈ കരാട്ടെ ക്ലാസ് പഠിപ്പിക്കുന്ന സാറിന് സ്റ്റുഡൻസ് ഒന്നും ഇല്ലാന്ന് സങ്കടപ്പെട്ടത് കൊണ്ട് എന്നോടൊന്നും പഠിക്കാൻ വരുമെന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ വന്നതാണെന്ന് ആ പാവം പിടിച്ച സാറിനെ അവൾ കുടുക്കി വിടുന്നുണ്ട്. അത് കേൾക്കുന്ന അമ്മ എന്തായാലും സാറിന്റെ അടുത്തേക്ക് സോറെ കൊണ്ടേ നിങ്ങൾ ഇത്രയും വലിയൊരാളല്ലേ, കുട്ടികളെ നിർബന്ധിച്ച് ക്ലാസ്സിൽ ചേർക്കുന്ന എന്തിനാ, കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് വേണ്ട അവർ പഠിക്കാൻ, ഡാൻസ് പഠിക്കാൻ ഇഷ്ടമുള്ള എന്റെ മോളെ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ വിട്ടപ്പോൾ നിങ്ങൾ അവളെ കൺവിൻസ് ചെയ്ത് എന്തിനാ കരാട്ടെ പഠിപ്പിക്കാൻ കൊണ്ടുവന്നു, അവർക്ക് കരാട്ടെ ഒന്നും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ സാറിനൊന്നും മനസ്സിലാവുന്നില്ല. സാറ് എന്താ ഈ പറയുന്നത്, സോറ നീ കാര്യം പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞ് സാറ് ആവശ്യപ്പെടാതെ അവളായിട്ട് തന്നെ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നതാണെന്നുള്ള കാര്യം പറയാനേ പറയുമ്പോൾ അവൾ അതില് സാറിന് ഒരു തെറ്റുമില്ല എന്നത് പറയാതെ സാറിനെ കുറ്റപ്പെടുത്തുന്ന രീതി, എന്താ സാറേ ഇത് ഇത്രയും പ്രായില്ല എന്നൊക്കെ പറഞ്ഞ് സാറിനെ കളിയാക്കുന്ന രീതിയിലാണ് സംസാരിച്ചു പോകുന്നത് പാവം സാർ. പിന്നെ വീട്ടിലെത്തിയ ശേഷം സോറ കാര്യങ്ങൾ അമ്മയായിട്ട് സംസാരിക്കുന്നുണ്ട്. അവൾ ഡാൻസിന് പോകുന്ന അതേ ക്ലാസ്സിലാണ് അവൾ വഴക്കുണ്ടാക്കിയ ജീന എന്ന അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഇപ്പോൾ പിണങ്ങിയിരിക്കുന്ന ആ പെൺകുട്ടിയുള്ളത്. അവൾക്ക് അതുകൊണ്ട് തന്നെ ആ ക്ലാസ്സിൽ പോകാൻ താല്പര്യമില്ല എന്ന് അവൾ പറയുമ്പോൾ നീയായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടാക്കിയതാ, അത് നീയായിട്ട് തന്നെ സോൾവ് ചെയ്യണമെന്ന് അമ്മ സോറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. കൂടാതെ അവൾക്ക് ആ പെൺകുട്ടിയോട് പെട്ടെന്ന് മിണ്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന അവളുടെ ബർത്ത്ഡേക്ക് ചെറിയൊരു പാർട്ടി വീട്ടിൽ നടത്താം, അതിലേക്ക് അവളുടെ ഫ്രണ്ട്സിനൊക്കെ വിളിക്കുക, അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ അങ്ങ് സോൾവ് ആകുമല്ലോ എന്ന് അമ്മ പറയുമ്പോൾ സോറ അതിന് പോകുന്നുണ്ടെങ്കിലും അതിൽ നല്ലൊരു ഫലമൊന്നും ഉണ്ടായില്ല. അങ്ങനെ അവളും അമ്മയും ഒറ്റയ്ക്ക് അവളുടെ ബർത്ത്ഡേ അവരുടേതായ ഹാപ്പിനെസ്സിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. പക്ഷെ അതിന്റെ ഇടയിലൊക്കെ അമ്മയ്ക്ക് വയ്യാഴിക വരുന്നതും അമ്മ വോമിറ്റ് ചെയ്യുന്നതും അമ്മയ്ക്ക് തലകറക്കം വരുന്നതും ഒക്കെ സോറ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അമ്മ അതിനൊക്കെ മരുന്ന് അവൾ കാണാതെ കഴിക്കുന്നതും അവൾ കാണുന്നു. പക്ഷെ അതിനെപ്പറ്റി അമ്മയോട് ചോദിക്കാതെ ആന്റിയോട് എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നെല്ലാം സോറ തിരക്കുമ്പോൾ അമ്മയ്ക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് മാത്രമേ ആന്റി പറയുന്നുള്ളൂ. പക്ഷെ അങ്ങനെയൊന്നും അല്ല, എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന അവൾ പിന്നീട് അങ്ങോട്ട് അമ്മയെ ബുദ്ധിമുട്ടിക്കാതെ മാക്സിമം ഒതുങ്ങി പോകുന്നുണ്ട്. അമ്മ വോമിറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അവൾ പിന്നീട് അമ്മയെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ സ്വയം ഒരുങ്ങി സ്കൂളിലേക്കൊക്കെ പോകുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ. അതേപോലെ മഴ വൈകിട്ട് പെയ്യുന്ന ടീം കൊടയില്ലെങ്കിലും സാധാരണ എപ്പോഴും അമ്മയെ വിളിച്ചു വരുത്താറുള്ള അവൾ അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി തനിയെ വീട്ടിലേക്ക് പോകാനേ ഒരുങ്ങുമ്പോഴേക്കും മഴ പെയ്യാനായി തുടങ്ങുമ്പോഴേ അമ്മ സോറ കൂടെ കൊണ്ടുപോകാൻ സാധ്യതയില്ലാന്ന് മനസ്സിലാക്കി അവളെ പിക്കാനായി പോയി നിൽപ്പുണ്ട്. അത് കണ്ട് അവൾ സർപ്രൈസ്ഡ് ആവുമ്പോഴേക്കും അമ്മയും ഒരുപാട് ഹാപ്പി ആവുന്നു. അമ്മ ചെയ്യുന്ന ഈ ഓരോ കെയറും അവളെ എത്രത്തോളം ഹാപ്പി ആക്കുന്നുണ്ടെന്ന കാര്യം ഓർത്ത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മ ലേറ്റ് നൈറ്റും വെഡിങ് ഡ്രസ്സ് തയ്യാറാക്കുന്ന പണിപ്പുരയിൽ ഇരിക്കുന്ന കാണുന്ന സോറ അത് നോക്കിയിരിക്കുമ്പോൾ നീ ഉറങ്ങിയില്ലേന്ന് ചോദിച്ച് അമ്മ അവളോട് സംസാരിക്കുന്നുണ്ട്. അമ്മയ്ക്ക് വെഡിങ് ഡ്രസ് ഇല്ലായിരുന്നോ, അമ്മയുടെ കല്യാണ ഫോട്ടോയിലൊന്നും അമ്മ വെഡിങ് ഡ്രസ് ഇട്ടിട്ടില്ലല്ലോ, കാഷ്വൽ ആയിട്ട് ഒരു ഡ്രസ്സാണല്ലോ ഇട്ട് അച്ഛന്റെ കൂടെ നിൽക്കുന്നതെന്ന് സോറ ചോദിക്കുമ്പോൾ അന്നൊന്നും വെഡിങ് ഡ്രസ്സ് വാങ്ങാനുള്ള കാശൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു മോളെ എന്ന് പറയുന്ന അമ്മയോട് അമ്മയ്ക്ക് ഒരു വെഡിങ് ഡ്രസ് ഇട്ടൂടെ, അമ്മയ്ക്ക് അങ്ങനെ ആഗ്രഹമില്ലേ, നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് സോറ അങ്ങനെ അമ്മയെ കൊണ്ട് വെഡിങ് ഡ്രസ് ഇടിപ്പിച്ച് അമ്മയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്യുന്നു. അവൾക്കറിയാം അമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, ആ ഒരു അസുഖമാണ് അമ്മയിൽ ഇത്രയും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത്, ഇനി അധികം നാളില്ല എന്നുള്ള ഒരു പേടിയും തോന്നലുമാണ് അമ്മ ഇങ്ങനെ മാറ്റിയെടുത്തതെന്നൊക്കെ. എന്തായാലും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിന്റെ ഇടയിൽ അമ്മ അറിയാതെ തന്നെ സോറ അമ്മയെ ഭയങ്കരമായി കെയർ ചെയ്യുന്നുണ്ട്. അമ്മ കിടന്ന് ഉറങ്ങുമ്പോഴൊക്കെ ഇടയ്ക്ക് അവളെ ചെന്ന് നോക്കും അമ്മയ്ക്ക് ശ്വാസം ഉണ്ടോ എന്നൊക്കെ. കാരണം അവൾക്ക് പേടിയാണ്. അമ്മയാകട്ടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പോയി ഓണറിനോട് എനിക്ക് പകരം വേറെ ഒരു സ്റ്റാഫിനെ നിങ്ങൾ നിയമിക്കണം, ഞാൻ ഇനി ജോലിക്ക് വരില്ല എന്ന് പറയുമ്പോൾ അയ്യോ അതെന്താ പെട്ടെന്ന് പോകുന്നത്, എനിക്ക് നീ ആയിരുന്നു ഏറ്റവും കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാനുള്ള സ്റ്റാഫ്, വേറെ സ്റ്റാഫിനെ പറ്റി ചിന്തിക്കാൻ വയ്യാന്ന് പറയുന്ന ടീം. ഇല്ല എനിക്കൊരു യാത്രയുണ്ടെന്ന് അവർ പറയുമ്പോൾ നീ എങ്ങോട്ടാ പോകുന്നത്, എന്താ എന്നെക്കാളും കൂടുതൽ കാശ് നിനക്ക് ആരെങ്കിലും തരാമെന്ന് പറഞ്ഞു, പറ എങ്കിൽ അതിലും കൂടുതൽ കാശ് ഞാൻ തരാം, നീ വേറെ എവിടെയും ജോലിക്ക് പോകണ്ടെന്ന് ഓണർ പറയുമ്പോൾ ഞാൻ സോറയുടെ അച്ഛന്റെ അടുത്തേക്ക് പോവാണെന്ന് അവർ പറയുമ്പോഴേക്കും സോറയുടെ അച്ഛൻ മരണപ്പെട്ട ഒരാളാണെന്ന് അറിയാവുന്ന അവർക്ക് ആകെ ടെൻഷൻ ആവുന്നു ഇവരെന്തിങ്ങനെ പറയുന്നതെന്ന് ഓർത്ത്. അവർക്ക് അപ്പം മാത്രമാണ് സോറയുടെ അമ്മയുടെ ആ ഒരു അസുഖത്തെ പറ്റി മനസ്സിലാവുന്നത്. അവർക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അവരെ ഫേസ് ചെയ്യാൻ പറ്റാത്ത കണക്ക് വിഷമത്തിലാവുന്നതുകൊണ്ട് തന്നെ ശരി നീ എവിടാന്ന് വെച്ചാൽ പോന്നും പറഞ്ഞ് അവിടെ നിന്ന് വിടുന്നു. ഇതിന്റെ ഇടയിൽ ഇവരുടെ അസുഖം അറിയാവുന്ന സോറയുടെ അമ്മയുടെ ചേച്ചി സോറയുടെ അമ്മയുടെ പിണക്കാണ് എങ്കിൽ പോലും ഇപ്പൊ വന്ന് വേണമെങ്കിൽ സോറയെ ഞാൻ നോക്കാം, നീ ചത്ത ശേഷം ഇൻഷുറൻസ് തുകയൊക്കെ അവളുടെ പേരിലല്ലേ വരാൻ പോകുന്നത് എന്ന് സംസാരത്തിന്റെ ഇടയിൽ പറയുമ്പോൾ ആദ്യം സോറയെ നോക്കാന്ന് ഇവർ പറഞ്ഞപ്പോൾ ഇവർ തന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയാണ് ഈ സംസാരിക്കുന്നതെന്ന് കരുതി സോറയുടെ അമ്മയ്ക്ക് സന്തോഷമായെങ്കിലും ഈ ഇൻഷുറൻസ് തുകയുടെ കാര്യം പറയുമ്പോൾ ഇവർ എന്തർത്ഥത്തിലാണ് സോറയെ നോക്കാന്ന് പറയുന്നതെന്ന് മനസ്സിലാവുമ്പോൾ ആകെ നിരാശയാവുന്നുണ്ട്. താൻ ചത്താലും ഇവർക്കൊക്കെ കാശ് മതിയല്ലോ
പറ്റില്ലല്ലോ എന്നോർത്ത്. എന്തായാലും ഇതറിയുന്ന സോറയുടെ ആന്റി ഉണ്ടല്ലോ, അവർ നീ കാശിന് വേണ്ടിയൊന്നും സോറയെ നോക്കാൻ പറയണ്ട. ഇത്രയും നാള് സോറയും അവളുടെ അമ്മയും ഇഷ്ടമല്ലാതിരുന്ന നീ കാശിന് വേണ്ടിയൊന്നും സോറ ഏറ്റെടുക്കണ്ട. അവളെ പൊന്നുപോലെ ഇത്രയും നാൾ നോക്കി കണക്ക് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും സോറയാകട്ടെ അന്ന് അമ്മയുടെ കൂടെ ആന്റിയുടെ വീട്ടിൽ പോകുന്നുണ്ടെങ്കിലും അതിന്റെ ഇടയിൽ ആന്റിയുടെ മോൻ സോറ കഴിച്ചുകൊണ്ടിരുന്ന പാത്രത്തിൽ നിന്ന് ഫുഡ് എടുത്ത് കഴിക്കുമ്പോൾ ദേഷ്യം വരുന്നവൾ അവിടെ വഴക്കുണ്ടാക്കുന്നുണ്ട്. നിന്നോട് ഈ ചെറിയ കാര്യങ്ങൾക്കൊന്നും വഴക്കുണ്ടാക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ച് സോറയെ വഴക്ക് പറയുന്ന അമ്മ, നീ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്ക്. നീ ഇങ്ങനെ എല്ലാവരോടും വഴക്കിട്ടാ എങ്ങനെയാ ഞാൻ മരിച്ച ശേഷം നിനക്ക് പിന്നെ ആരുണ്ടാവുന്നെല്ലാം സങ്കടപ്പെടുമ്പോ അമ്മ എന്നെ ഇട്ടിട്ട് എവിടെയും പോകണ്ട, അമ്മ മരിക്കണ്ട, എനിക്ക് അമ്മ വേണമെന്ന് പറഞ്ഞ് അവൾ ഭയങ്കരമായി കരയുന്നുണ്ടായിരുന്നു. എന്തായാലും അന്ന് അമ്മയ്ക്ക് വയ്യാഴിക വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നുണ്ട്. അവിടെ ചെന്ന ശേഷം കാഴ്ചയൊക്കെ വല്ലാതെ മങ്ങിയ കണക്ക് അമ്മയ്ക്ക് തോന്നുന്നുണ്ടെങ്കിലും അമ്മ അത് ആരോടും പറയുന്നില്ല. അവിടെ അമ്മയെ കാണാനായി ആ ഒരു ഓണർ എത്തുന്നുണ്ട്. സോറയ്ക്ക് വേണ്ടി അവർ തയ്യാറാക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വെഡിങ് ഡ്രസ് ഇല്ലേ, അത് സ്റ്റിച്ച് ചെയ്ത് ഒരു ഡ്രസ്സാക്കി മാറ്റി ഇപ്പൊ അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അവർക്ക് സന്തോഷമാവാൻ വേണ്ടി ഒരു സർപ്രൈസ് എന്ന രീതിയിൽ കൊണ്ടുവന്ന് കാണിക്കുന്നു. ആ ഡ്രസ്സൊന്നും കാണാൻ സാധിക്കുന്നില്ലെങ്കിലും സോറയ്ക്ക് വേണ്ടി താൻ ഡിസൈൻ ചെയ്ത ഡ്രസ്സ് എന്ന് ഓർക്കുമ്പോൾ തന്നെ അമ്മ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. എന്തായാലും അതിനുശേഷം അമ്മയെ ഹാപ്പി ആക്കാൻ വേണ്ടി അമ്മയ്ക്ക് താൻ എല്ലാവരുമായി നല്ല ഫ്രണ്ട്ലി ആയിട്ടിരിക്കണം, ആരോടും വഴക്കുണ്ടാക്കരുത്, തനിക്ക് ഫ്രണ്ട്സ് വേണം, താൻ ബാലെ ഡാൻസ് ചെയ്യണം എന്നതൊക്കെ അമ്മയുടെ ആഗ്രഹമാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ കൂട്ടുകാരുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാനും ബാലെ ഡാൻസ് ചെയ്യാനും തീരുമാനിക്കുന്നു. അതിനായി അവൾ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ കഴിഞ്ഞ കുറെ നാളുകളായി അവൾ ക്ലാസ്സിൽ വരാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവൾക്ക് വന്നാൽ പഠിക്കാൻ സാധിക്കില്ല, അവർക്ക് ആ ടച്ച് വിട്ടു പോയല്ലോ. അതുകൊണ്ട് നെക്സ്റ്റ് ഇയർ നോക്കാന്ന് പറഞ്ഞ് ടീച്ചർ അവളെ പറഞ്ഞു വിടാൻ നോക്കുമ്പോൾ അവൾ പക്ഷെ അവിടെ പഠിക്കണമെന്ന് തന്നെ വാശി പിടിക്കുന്നു. ഇത് കാണുന്ന അവളോട് ആ പ്രശ്നമുള്ള ജീന എന്ന പെൺകുട്ടിയും മറ്റു ചില ഫ്രണ്ട്സും അവളെ കുറ്റം പറഞ്ഞ് നടന്നു പോകുന്ന കാഴ്ച കരാട്ടെ മാസ്റ്റർ കാണുന്നുണ്ട്. അദ്ദേഹം പിന്നീട് സോറയുടെ കാര്യം തിരക്കുമ്പോൾ അമ്മയ്ക്ക് വേണ്ടി അവൾ ഡാൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ അവളോട് പറയുമ്പോൾ സാറ് ടീച്ചറിനോട് സംസാരിക്കുകയും അങ്ങനെ ടീച്ചർ അവളെ ഡാൻസ് പഠിപ്പിക്കാനായി തയ്യാറാവുകയും ചെയ്യുന്നു. അങ്ങനെ ടീച്ചർ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് അവളെ പഠിപ്പിക്കുകയാണ്. അവൾക്ക് മിസ്സായ ക്ലാസ് എല്ലാം പഠിപ്പിച്ചെടുക്കുന്നു. സോറയും പതിയെ ആ ഒരു ട്രാക്കിലേക്ക് വരുന്നുണ്ട്. പിന്നീട് സോറ അവൾ ആ വഴക്കുണ്ടാക്കിയ ജീന എന്ന ഫ്രണ്ടിനോട് ചെന്നും അങ്ങോട്ട് സോറി പറഞ്ഞ് നിസാര പ്രശ്നം താൻ വലിയ ഇഷ്യൂ ആക്കി മാറ്റി എന്നൊക്കെ പറഞ്ഞ് അവളുടെ തെറ്റേറ്റ് പറഞ്ഞ് സോറി പറയുകയും അങ്ങനെ അവൾ വഴക്കുണ്ടാക്കിയ കുട്ടികളൊക്കെ അവരെ അമ്മയെ കാണിക്കാനായി വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് തന്റെ ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തുന്നു. നോക്കമ്മ എനിക്കിപ്പോ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന് അവൾ പറയുമ്പോൾ അമ്മയും ഒരുപാട് ഹാപ്പി ആവുന്നു. ഓരോ ദിവസം കഴിയുന്തോറും സോറയുടെ അമ്മയുടെ ആരോഗ്യാവസ്ഥ മോശമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ചേച്ചി തെറ്റുകൾ മനസ്സിലാക്കി ഇപ്പൊ അവരെ വന്നു കണ്ട് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയുകയും സോറെ ഞാൻ നന്നായി നോക്കും, അവൾ എന്റെ മകൾ കൂടിയാണെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അമ്മ ഒരുപാട് ഹാപ്പി ആവുകയും ചെയ്യുന്നു. പിന്നീട് സോറ അമ്മയ്ക്ക് വേണ്ടി ഡാൻസ് ഒക്കെ പഠിച്ച് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ദിവസം വന്നെത്തുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ മേടിച്ച് സോറയുടെ പെർഫോമൻസ് കാണാനായി അമ്മയും ചെല്ലുന്നു. പക്ഷെ അമ്മയ്ക്ക് കാഴ്ചയ്ക്ക് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ അമ്മയുടെ ഓണർ ആയിരുന്ന ആ ലേഡി സോറയുടെ ഡ്രസ്സിൽ സ്പെഷ്യലായി ഒരു ബ്ലാക്ക് കളർ ഫ്ലവർ കുത്തിവെച്ച് കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ മുഖം വ്യക്തമായി കാണാൻ സാധിക്കാത്ത അമ്മയ്ക്ക് ആ പൂവിന്റെ നിറം വെച്ച് ഇതാണ് തന്റെ മകളെന്ന് ഓഡിയൻസിന്റെ ഇടയിൽ ഇരുന്ന് കണ്ട് മനസ്സിലാക്കാമല്ലോ എന്ന രീതിക്ക് അങ്ങനെ സോറയുടെ ഡാൻസ് പെർഫോമൻസ് കണ്ട് അമ്മ ഒരുപാട് ഹാപ്പി ആവുന്നു. തന്റെ സന്തോഷത്തിന് വേണ്ടി തന്റെ മകൾ എന്തൊക്കെ ചെയ്യുന്നു, അവൾക്ക് ഡാൻസ് ഇഷ്ടമില്ലാഞ്ഞിട്ടും തനിക്ക് വേണ്ടി അവൾ ഇതൊക്കെ ചെയ്തല്ലോ എന്ന ഒരു സന്തോഷത്തില് അന്ന് രാത്രി സോറ അമ്മയുടെ കൂടെ കിടന്ന് കുറേ സംസാരിക്കുന്നുണ്ട്. അമ്മ അവളെ ഇട്ടിട്ട് പോരുതെന്നും അവൾ അമ്മയെ എത്ര പൊന്നുപോലെ നോക്കുന്നൊക്കെ പറഞ്ഞ് കുറേ ഹാപ്പിയായി സംസാരിക്കുന്നു. അമ്മയും അത് കേട്ട് ഹാപ്പി ആവുന്നുണ്ടെങ്കിലും അടുത്ത ദിവസം രാവിലെ സോറ ഒന്നും മിണ്ടാതെ റൂമിന് പുറത്തിറങ്ങി നിൽക്കാണ്. പതിവ് ചെക്കപ്പിനായി ഡോക്ടർമാരും നഴ്സുമാരും വരുമ്പോൾ അവൾ അവരെ റൂമിനകത്ത് കയറാനായി അനുവദിക്കുന്നില്ല. എന്റെ അമ്മ ഉറങ്ങാൻ ശല്യപ്പെടുത്തുണ്ടെന്ന് പറഞ്ഞ് അവൾ തടയുന്നുണ്ട്. പെട്ടെന്ന് അവൾ പൊട്ടിക്കരയാനും തുടങ്ങുന്നു. മറ്റൊന്നുമല്ല, അമ്മ മരിച്ചുവെന്ന് അവൾക്കറിയാം. തന്റെ അമ്മയെ തന്റെ അടുത്ത് നിന്ന് ഇവർ എടുത്തോണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് അവൾ ആരെയും റൂമിൽ കയറ്റാതിരിക്കാനായി പുറത്തു നിന്ന് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ അമ്മ ഇല്ലാത്തത് അവളെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമുള്ള കാര്യമാണെങ്കിലും അമ്മ ജീവിച്ചിരുന്നപ്പോൾ അവൾ എങ്ങനെയൊക്കെ ജീവിച്ച് കാണാനായിട്ടായിരുന്നോ അമ്മ ആഗ്രഹിച്ചത്, അതേ കണക്ക് അമ്മ ഇല്ലാത്ത ആ ഒരു ലൈഫിൽ അവൾ ജീവിക്കുകയാണ്. അമ്മയുള്ള കാലത്തോളം നമ്മൾ എത്ര വയസ്സെത്തിയവരായാലും നമ്മൾ കുട്ടികൾ തന്നെ ആയിരിക്കും. പക്ഷെ അമ്മ ഇല്ലാത്തൊരു ജീവിതത്തിൽ നമ്മൾ എത്ര കുട്ടികളാണെങ്കിലും മെച്യൂർഡായി പെരുമാറിയേ പറ്റൂ എന്നത് ആ കുട്ടി മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെ അമ്മ ആഗ്രഹിച്ച കണക്ക് അമ്മയുടെ ആ ഒരു സന്തോഷത്തിനൊത്ത് ജീവിക്കുന്ന കുട്ടി സോറയെ നമുക്കിപ്പോ കാണാം. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് സോറ വലിയൊരു പെൺകുട്ടി ആയ ശേഷം അവളുടെ വിവാഹത്തിന് വർഷങ്ങൾക്ക് മുന്നേ അവൾക്ക് വേണ്ടി അമ്മ തയ്യാറാക്കിയ അതേ വിവാഹ വസ്ത്രം അണിഞ്ഞു നിൽക്കുന്ന സോറയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞു കഥ ഇവിടെ അവസാനിക്കുന്നത്. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു കഥയുമായി നമുക്ക് കണ്ടുമുട്ടാം. ബൈ.